ക്രൂരമായി ഉപദ്രവിച്ച് പണവും സ്വർണവും കവർന്നു. തിരുവനന്തപുരം സ്വദേശിയായ യുവാവിന്റെയും സുഹൃത്തിന്റെയും 2 പവന്റെ സ്വർണമാലയും ഐഫോണും 6400 രൂപയുമാണ് സംഘം കവർന്നത്. കേസിൽ 3 പ്രതികളെ എളമക്കര പോലീസ് അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ ശനിയാഴ്ച രാത്രിയായിരുന്നു സംഭവം. കലൂർ ദേശാഭിമാനി റോഡിലെ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാനായാണ് തിരുവനന്തപുരം സ്വദേശിയായ യുവാവും സുഹൃത്തുമെത്തിയത്. ഇതിനിടയിൽ ബൈക്കിലെത്തിയ പ്രതികൾ എന്തിനാണ് ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചു. ചോദ്യം വകവയ്ക്കാതെ ഹോട്ടലിലേക്ക് കയറിയതോടെ അസഭ്യം പറഞ്ഞു. ഇതോടെ ഭയപ്പാടിൽ ബൈക്കെടുത്ത് പോകാനൊരുങ്ങിയ യുവാക്കളെ തട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. ആദ്യം കലൂർ സ്റ്റേഡിയത്തിന് സമീപത്തെത്തിച്ച് മർദ്ദിച്ച ശേഷം ചങ്ങമ്പുഴ പാർക്കിന് സമീപത്തെ കൊണ്ടുപോയി 2 പവന്റെ സ്വർണമാലയും ഐഫോണും 6400 രൂപയും കവർന്നു. പിന്നാലെ ഒളിവിൽ പോയ പ്രതികളെ എളമക്കര SI മനോജ് എമ്മിന്റെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടുകയായിരുന്നു. കറുകപ്പള്ളി സ്വദേശി ഇർഷാദ് ഇക്ബാൽ, എളമക്കര സ്വദേശികളായ ആദിത്ത്, ഇർഫാൻ ഇത്തിയാസ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. അവലതുകാരെ ഇവർ തടഞ്ഞു നിർത്തി തട്ടിക്കൊണ്ടുപോയവൻ്റെ മൊബൈല് മറ്റ് പൈസ സാധനങ്ങളൊക്കെ എടുക്കുകയായിരുന്നു ചെയ്തത്. അപ്പോൾ അതിൽ അവൻ്റെ ഇരട്ട പേര് ടർബോ, ഞാൻ ടർബോ ആണെന്ന് പറഞ്ഞു. ഈ ടർബോ എന്ന പേര് നമ്മൾ പോലീസുകാർക്ക് സുപരിചിതമാണ്. മുന്നേയും ഈ ടർബോ ഇർഫാൻ വേറെ കേസുകളുണ്ട്. അങ്ങനെ ടർബോ എന്ന പേര് കേന്ദ്രീകരിച്ച് അന്വേഷിച്ചപ്പോൾ ഇർഫാൻ എന്ന് പറഞ്ഞ കറുകപ്പള്ളിയുള്ള ആളാണെന്ന് മനസ്സിലായി. അങ്ങനെ അയാളെ ഐഡൻറ്റിഫൈ ചെയ്തു. അപ്പോൾ അവൻ പിടിച്ച സമയം തന്നെ കൺഫസ് ചെയ്തിരുന്നു. മുൻപ് NDPS കവർച്ചയടക്കം 4 കേസുകളിൽ പ്രതിയാണ് അറസ്റ്റിലായ ഇർഫാൻ. റിപ്പോർട്ടർ, കൊച്ചി.